നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാമേട്ട, കളക്ടറുടെ വാഹനമാണ്. അത് ഓടിക്കുന്നതിന് അതിൻ്റെതായ മാന്യതയുണ്ട്. അതൊന്നും നമ്മൾ ഇപ്പൊ തുടങ്ങാൻ പോകുന്ന യാത്രക്കില്ല. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പ് കടന്നുപോയൊരു വാഹനം പിടിക്കണം. പോയ വാഹനത്തിന്റെ ലൊക്കേഷൻ ഞാൻ തരാം. എന്താ രാമേട്ട, നമുക്കൊന്ന് ശ്രമിച്ചാലോ? മാഡം ധൈര്യമായിട്ടിരിക്കണം. മാഡം കണക്കൂട്ടുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ സ്ഥലത്ത് എത്തിച്ചേരാം. അഞ്ചെട്ട് പേര് ഓഡിറ്റോറിയത്തിന് ചുറ്റും കാവലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൂച്ചാണ്ടികളെ ഇവിടെ കണ്ടില്ലല്ലോ ഡേവിഡെ. അല്ല, ഈ 5-8 പേരെന്ന് പറഞ്ഞത് ഒരോളത്തിനങ്ങ് പറഞ്ഞതായിരിക്കും അല്ലേ? ഓളവും പരപ്പും പുഴയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ പറഞ്ഞ പോലെ 8 പേരും വന്ന് പറഞ്ഞ പണി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മണ്ഡപത്തിലേക്ക് കയറുന്നവരെ സ്കാൻ ചെയ്ത് വിടുന്നതേ ദേ ലവനാ. അവന്റെ കണ്ണിന്റെ പവർ 4K ക്യാമറയ്ക്ക് പോലും കിട്ടില്ല. അതാ അങ്ങോട്ട് നോക്കണം മേഡം. അവന്റെ കയ്യിൽ ടൂളും ഉണ്ട്. എമർജൻസിയായി എന്തെങ്കിലും വന്നാ അവനുണ്ടാകും മുന്നിൽ. ഇതുപോലെ ഓഡിറ്റോറിയത്തിന്റെ ഓരോ ഭാഗത്തും ഓരോരുത്തർ നിൽപ്പുണ്ട്. അടിക്കടി വെട്ടിന് വെട്ട. ഏത് ഐറ്റം വേണമെങ്കിലും അവസരത്തിനൊത്ത് പെരുമാറും. അതിനുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരെയാ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ നേരിടേണ്ടതും തടയേണ്ടതും നിസ്സാരക്കാരിയല്ല, ജില്ലാ കളക്ടറെയാ. ആ ഓർമ്മ ഉണ്ടാവണം. ഞങ്ങൾക്കെല്ലാം ഒരുപോലെ. കാശ് തരുന്നവർ പറയുന്നത് എന്താണോ അത് ചെയ്യും. ശത്രുവിന്റെ വലിപ്പം നോക്കി ഭയക്കാനും പിന്മാറാനും ഞങ്ങളെ കിട്ടില്ല. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഇവിടെ ഇപ്പൊ കൊല്ലാൻ പറയാത്തത് കൊണ്ട് തടയും. പിന്നെ തടയുമ്പോ കലിപ്പ് കാണിച്ചാ ഞങ്ങളും കളിക്കും. അവിടെ കളക്ടറാണോ ചീഫ് സെക്രട്ടറി ആണോ എന്നൊന്നും കയ്യിലിരിക്കുന്ന ആയുധത്തിന് നോക്കേണ്ട കാര്യമില്ലല്ലോ. പൂളേണ്ടി വന്നാ പൂളും. കയ്യിലിനി എത്ര ബോംബുണ്ടടാ? ആവശ്യത്തിനുണ്ട്. അതാ സാംസണും ഗിൽസനും കൊടുക്കുക. അവരെ കലവറയുടെ ഭാഗത്ത് കാണും. ശരി. ആളുകളെ പരിഭ്രാന്തരാക്കി രക്ഷപ്പെടാനുള്ള സ്വയരക്ഷാ ബോംബുകളാ. ശക്തിയായി താഴേക്കിട്ടാൽ ഇട്ട ഭാഗം മുതൽ കത്തും. മുഖത്തേക്ക് എറിഞ്ഞാൽ മുഖം കത്തും. അതുകൊണ്ട് ധൈര്യമായിട്ട് കല്യാണം നടത്താം. ഉടക്കാനായി ഒരു മുയൽ കുഞ്ഞിനെ പോലും ഞങ്ങൾ അകത്തേക്ക് വിടില്ല. മുയൽ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് സിംഹക്കുട്ടിയെ കൊച്ചാക്കല്ലേ ഡേവിഡെ. ഇത് കുറുക്കന് ജനിച്ച സിംഹക്കുട്ടിയാ. കൗശലം അതുകൊണ്ട് തന്നെ അല്പം കൂടും. പുലിമടയിലേക്ക് കയറുമ്പോ ഏത് സിംഹക്കുട്ടിയും ഒന്ന് ഭയക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുത്തും. ഓഡിറ്റോറിയം അടഞ്ഞിരിക്കുന്നത് ഡേവിഡും പിള്ളേരുവാ. ഒരു ടെൻഷനും വേണ്ട. ഫോട്ടോ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. ശാലിനി മണ്ഡപത്തിനകത്തേക്ക് കടക്കാതെ നോക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. ഏറ്റവും ഇതേ ഡേവിഡിന്റെ പത്മവ്യൂഹമാ. ഇത് മുറിച്ചകത്ത് കിടക്കുവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് പോലും കഴിയില്ല. പിന്നെ ഒരു കളക്ടർ. വാ, തടയാൻ വാ. ഡേവിഡ് ആരാണെന്ന് നീ അറിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.